ഈ സ്ഥലം? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു. ഇനി കാണുന്നത് വല്ല സ്വപ്നമാണോ? നിങ്ങൾ ആരാ? എന്റെ പേര് ടോമി. അല്ല, നിങ്ങളാരാ? നിങ്ങളെന്താ ഇവിടെ? ഞാൻ ജാക്സൺ, സ്റ്റാർ സിംഗറാ. റിയാലിറ്റി ഷോയ്ക്ക് പാട്ട് പാടാൻ പോയതാ. ഇന്ന് എന്റെ എലിമിനേഷൻ ആയിരുന്നു. ആ, ഫ്ലാറ്റ് കിട്ടുന്ന പരിപാടി അല്ലേ? ഞാൻ ഫ്ലാറ്റ് ആയതല്ലാണ്ട് എനിക്ക് ഫ്ലാറ്റ് ഒന്നും കിട്ടിയില്ലാന്നേ. അല്ല, ഏത് പാട്ടാ ചേട്ടൻ പാടിയേ? ആ ഹരിമുരളി രവം അതില്ലേ, അതാ ഞാൻ പാടിയേ. അതിനെന്താ, അത് നല്ല പാട്ടല്ലേ? മധുമൊഴി രാധയാ എന്നെ ഇവിടെ വരെ എത്തിച്ചേ. മധുമൊഴി രാധയോ? ആ, മധുമൊഴി രാധേ നിന്നെ തേടി. ചേട്ടാ എന്ത് പറ്റി? വാ വാ, ഇവിടെ ഇരിക്കി. എന്തു പറയാനാ, ഈ പാട്ട് പാടി ശ്വാസം മുട്ടിയാ ഞാൻ മരിച്ചേ. അങ്ങനെ ഭൂമിന്ന് തന്നെ ഞാൻ എലിമിനേറ്റ് ആയി. പോട്ടെ ചേട്ടാ, ചേട്ടൻ ഇവിടെ വന്നിരിക്കി. ചേട്ടന് എന്റെ കഥ കേൾക്കണോ? ഞാനൊരു ബിസിനസ്സുകാരനാ. എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാന്ന് ചിന്തിച്ച് രാത്രി കിടന്നുറങ്ങിയതാ. നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു. എന്താ സംഭവിച്ചേന്നോ എന്താ പറ്റിയെന്നോ എനിക്കറിയില്ല. ഇതാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗം? ഏയ്, സ്വർഗം ഈ വാതിലിനപ്പുറത്തായിരിക്കും സ്വർഗം. എങ്കിൽ നമുക്ക് ഈ വാതിൽ ഒന്ന് തുറന്നു നോക്കിയാലോ? ആ ശരി. പിടിച്ചോ. അല്ല, ഇത് ഏതാ സ്ഥലം? പിള്ളേരെ, എന്താ നിങ്ങൾ ഈ കാട്ടണേ? ഞമ്മള് മൊയ്തീൻ മലപ്പുറത്തുനിന്ന ഇന്ന് രാവിലെ വയ്യത്തായി. ഒരു അന്തവും കുന്തവും കിട്ടണില്ലല്ലോ. കുറെ നേരം നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. സ്വർഗത്തിലെത്തിയിട്ട് വേണം ശരി ഇളനീര് കുടിച്ച് വിശ്രമിക്കാൻ. ഹാജിയാരെ, ഈ വാതിൽ തുറന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഞങ്ങള് കുറെ നേരമായി തുറക്കാൻ നോക്കുന്നു. എന്നിട്ടാ ഇത്ര നേരമായിട്ട് ഏത് സ്വർഗം തുറക്കാത്ത? ഇതെന്താ സർക്കാർ ഓഫീസോ? നമ്മൾ ഇവിടെ തന്നെ കുത്തിയിരിക്കാം. വന്തല് പൊളിഞ്ഞാടൂ, വന്തല് പൊളിഞ്ഞാടൂ. ഒന്ന് നിർത്തിയേ, പുറത്തൊരു ബഹളം കേൾക്കുന്നു. ജാരതി ആ സമയത്ത് ഒച്ചെടുക്കണത്. നമ്മളൊന്ന് കാണട്ടേന്നേ, നമ്മളൊന്ന് കാണട്ടേന്നേ, നമ്മളൊന്ന് കാണട്ടേന്നേ. ഈ കിളവനെ കൊണ്ട് തോറ്റല്ലോ. ദൈവനാമത്തിൽ എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം മനസ്സിലാക്കിയവർ പറയട്ടെ ഹല്ലേലൂയ. കർത്താവിനെ സ്വീകരിച്ചവർ പറയട്ടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താ വല്ല ഭസ്മാറുണ്ടോ? നിങ്ങൾ തൊണ്ട തുറക്കാണ്ടിരിക്കുന്നേ. ഈ വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങളുടെ ബൈബിളില് ഈ വാതിൽ തുറക്കാനുള്ള സംഭവം ഉണ്ടോ? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവിൻ, തുറന്നു കിട്ടും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാതിൽ തുറന്നു കിട്ടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ
ലക്ഷം ലക്ഷം പിന്നാലെ. Praise the Lord. Hallelujah. 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 ഇതെന്താ ഇത്? നിങ്ങളൊന്നും നിർത്ത്, തലയ്ക്ക് ഇച്ചിരി ഷൊയ്യണ്ട. ദേ ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു, ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമസ്കാരം നമസ്കാരം, ഞാൻ കേരള കുഞ്ഞച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഞാനൊരു രാഷ്ട്രീയക്കാരനാ. ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാ. റോട്ടിലെ ഗട്ടറിൽ വീണാ മരിച്ചത്. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ നിക്കണേ? ഇതല്ലേ മരിച്ചു കഴിയുമ്പോ ചെല്ലണ സ്വർഗം? സ്വർഗം ഇതൊക്കെ തന്നെ, പക്ഷേങ്കില് ഈ ബാതില് തുറക്കണം. തുറന്നില്ലെങ്കിൽ തുറപ്പിക്കണോന്നേ. ഒരുമിച്ച് നിന്നാ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടോ? നമുക്കൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാലോ? ഞാൻ തന്നെ പ്രസിഡന്റ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും. എന്താ എന്താ അവിടെ ഒരു പ്രശ്നം? നിങ്ങൾ പറയുന്നേ എന്തൊരു ഒച്ചപ്പാടും വേളൊക്കെ. ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യണതാ. കുഞ്ഞാടേ, നീ ആരാകുന്നു? Hallelujah. Praise the Lord. ഞാൻ ഭാസ്കരൻ. ആൾക്കാരെന്നെ കള്ളൻ ഭാസ്കരൻ എന്ന് വിളിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കള്ളനല്ല. കോട്ടയിലൊരു ധ്യാനം കൂടാൻ പോയി. മാനസാന്തരപ്പെട്ട് പഴയ തൊഴിലൊക്കെ ഉപേക്ഷിച്ചു. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ച് പാടത്ത് പണിക്കിറങ്ങിയതാ. പോണ വഴിയില് ഒരു വണ്ടി ഇടിച്ചു മരിച്ചു. പോട്ടെ, ഇത് ഏതാ സ്ഥലം? വലിയ വാതിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണിനി സ്വർഗം. അത് തുറക്കാൻ വേണ്ടിയല്ല നമ്മൾ സമരം ചെയ്തേ. അതിനെന്തിനാ സമരം? തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ പറ്റിയ കൊറേ ടൂൾസ് എന്റെ ഉണ്ടെന്ന്. ഇത് കണ്ട, ഇത് ഈ താക്കോല് എന്തും തുറക്കും. ഇവങ്ങനക്കും. ആദ്യം നമുക്ക് ഈ വലിയ താക്കോലിട്ട് നോക്കാം. ഇത് ശരിയാവണില്ലല്ലോ. ഇത് ശരിയാവില്ല. ഈ വെള്ളിയുടെ താക്കോലിട്ട് നോക്കാം. ശരിയാക്കി തരാം. ഇത് ശരിയാവില്ല. ഈ വേണ പേടിക്കണ്ട. ഈ കോഴിത്തോലുണ്ടല്ല, തുറക്കാത്ത എത്ര വലിയ പൂട്ടായാലും തുറക്കും. ഈ പൂട്ട് എനിക്കല്ല, ഒരു കള്ളനും തുറക്കാൻ പറ്റില്ല. ഗോദ്രേജിനൊക്കെ വലിയ പൂട്ടാണ്. കുഞ്ഞാടേ, ഇതിലേതാ സ്വർഗത്തിന്റെ താക്കോല്? ഇയാളൊന്നും മിണ്ടാതിരുന്നേ, കൊറേ നേരമായില്ലോ. നിങ്ങൾ ഈ വാതിൽ തുറക്കാൻ നോക്ക്. എനിക്ക് പറ്റുന്നു തോന്നല്ല. ഞാൻ സകല പണിയെടുത്തു. ഇത് തുറക്കാൻ പറ്റില്ല. അയ്യോ, നമ്മൾ ഇതൊക്കെ ഈ കാണണേ. ഓടിക്കോ ഓടിക്കോ. ആരും പേടിക്കണ്ട, ദൈവനാമത്തില് എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. ആരും പേടിക്കണ്ടേ. ഞാനൊരു മനുഷ്യൻ തന്നെയാ. ഈ ഇട്ടിരിക്കുന്നതെല്ലാം ഞാൻ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. എന്തിനീ കടലാസ് മുഴുവൻ നിങ്ങളിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നേ? ഈ കടലാസ് പെരുങ്കടലാസല്ല. ഞാൻ എന്റെ 80 വർഷത്തെ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്റെ ഈ അറിവ് മുഴുവൻ ദൈവത്തിന് വലിയ ഇഷ്ടാവും. അങ്ങനെ സ്വർഗത്തിൽ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. അല്ല പുള്ള, ദേ ഒരാളും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടുന്നാ? കയ്യിൽ വലിയ സമ്മാനമൊക്കെ ഉണ്ടല്ല.
ഞാൻ കറുവൂറ്റിൽ നിന്ന് വരുന്നു. ഇതെന്റെ യൂണിറ്റിലെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. ഈ സമ്മാനം സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയെ കാണിക്കണം. ഈശോയ്ക്ക് തീർച്ചയായും വലിയ സന്തോഷമാകും. അതിന് ഈ വാതില് തുറക്കണ്ടേ? നമുക്ക് ചവിട്ടി പൊളിച്ചാലോ? അന്നോ അതെ. അതൊന്നും വേണ്ട. നമുക്കിവിടെ കാത്തിരിക്കാം. സമയമാകുമ്പോ എല്ലാം ശരിയാവും. ദേ ഒരു കുട്ടി വരുന്നു. ഹല്ലേലൂയ. എന്തായാലും നല്ല ഭംഗിയുള്ള കൊച്ച്. എന്റെ പേര് അപ്പു. എനിക്ക് എത്ര വേഗം ഈശോയെ കാണണം. നിങ്ങൾക്കറിയോ, എനിക്ക് ഈ ലോകത്തില് ഏറ്റവും ഇഷ്ടം എന്റെ ഈശോയാ. ഇന്നെന്റെ കുർബാന സ്വീകരണമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈശോയെ സ്വീകരിച്ചത്. എന്ത് രസമായിരുന്നു അറിയോ? ഞാനും ഈശോയും ചുമ്മാമായി. കുറച്ചു കഴിയുമ്പോ ഈശോയുടെ മടി കിടന്ന് ഞാൻ ഉറങ്ങും. അങ്ങനെ ഞാൻ എന്റെ ഈശോയും മാത്രം. അള്ളാ, ഈ വാതില് തുറക്കണില്ലല്ലോ എന്റെ പഠിച്ചോനെ. പരിപാടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേ പത്രോസ് വരുന്നു. പത്രോസ് വരുന്നു. ഹല്ലേലൂയ. 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 എല്ലാവരും നിശബ്ദരായിരിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മളിവിടെ മുണ്ടാണ്ടിരുന്നോളാം. ഞാൻ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പത്രോസ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ച് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരായി സ്വർഗത്തിൽ പ്രവേശിക്കണം. ആകെ മൊത്തം മരണം 12,132. അതിൽ ആദ്യം സ്വർഗത്തിലേക്കുള്ളവരെ ലിസ്റ്റ്. 1. ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നിമിഷങ്ങൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയോടെ ജീവിച്ച് ഈശോയെ നെഞ്ചിലേറ്റിയ അപ്പുമോൻ. 2. മരണത്തിന് തൊട്ടു മുമ്പ് ഈശോയെ കുറിച്ചറിഞ്ഞപ്പോൾ തന്നിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞുമാറ്റി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച പാസ്കൽ. ദൈവമേ, നീ പാപിക്ക് സ്വർഗം നിന്നോ? എന്റെ ദൈവമേ. സ്വർഗത്തിലേക്കുള്ളവരുടെ ലിസ്റ്റ് തീർന്നിരിക്കുന്നു. ബാക്കിയുള്ളവർ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകൂ. എല്ലാവരും നിശബ്ദരായിരിക്കുക. ഈ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള പേര് ഞാൻ വിളിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാം. പത്രോസേ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു. പഞ്ചായത്തിലെ റോഡുകൾ നേരെയാക്കി, ഒത്തിരി പേർക്ക് കുടിവെള്ളം എത്തിച്ചു, പല സമരങ്ങളും നടത്തി. എന്നിട്ടും എനിക്ക് സ്വർഗമല്ലേ പത്രോസേ? നീ ഭൂമിയിൽ കുറെ കെട്ടിപ്പൊക്കി. അതൊന്നും നിനക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള യോഗ്യതയല്ല. ആത്മീയ വിശുദ്ധിയാണ് സ്വർഗത്തിന്റെ യോഗ്യത. പത്രോസേ, നോക്കിക്കേ, ഇത് മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. ഇതിൽ ബിരുദങ്ങളുണ്ട്, ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്, PhD ഉണ്ട്, MPhil ഉണ്ട്. ഞാൻ നേടാത്ത ബിരുദങ്ങളില്ല. എന്നിട്ടും
എനിക്ക് സ്വർഗത്തിൽ ഒരിടമില്ലേ? പരമത്രോസ്, എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കില്ലേ? താങ്കൾ നേടിയ അറിവ് സ്വർഗത്തിന്റെ യോഗ്യതയല്ല. ദൈവികതം പ്രവർത്തിച്ച് ആത്മാവിന്റെ വില തിരിച്ചറിയുന്നവനാണ് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. എളിമയുണ്ടായാലേ സ്വർഗത്തിൽ പ്രവേശിക്കാനാവും. പത്രോസേ, അങ്ങ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയില്ലേ? ഞാൻ തെരുവുകൾ തോറും സുവിശേഷം പ്രസംഗിച്ചു, രോഗശാന്തി നടത്തി, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി. എനിക്ക് സ്വർഗമില്ലേ? ദൈവം കരുണയുള്ളവനല്ലേ? വചനമത് പഠിപ്പിക്കുന്നില്ലേ? അതെ, മരണം വരെ ദൈവം കാരുണ്യവാനാണ്. എന്നാൽ മരണശേഷം ദൈവം വിധി നടത്തുന്ന ന്യായാധിപനാണ്. സമൂഹത്തിൽ നീ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ നിന്നിട്ടൊരു കാര്യമില്ല. പാസ്റ്ററിന് കിട്ടിയില്ല, പിന്നെ നമുക്ക് കിട്ടോ? വാ പോവാ. അല്ല മോനെ, ഇത് നമ്മളിന്ന് കടത്തി വിടുന്നേ. നമ്മക്ക് ഒരു പ്രാവശ്യം സ്വർഗം കണ്ടാ മതിയെന്നേ. നമ്മള് മലപ്പുറത്തുനിന്നാണ് വരണത്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടേ. ഒന്ന് കടത്തി വിടണ്ട മോനെ. ദൈവം ഓരോ മനുഷ്യർക്കും ഭൂമിയിൽ അനുഭവിക്കാൻ ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ മരണശേഷം കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ആ ബൂതിയും പോയി. നിക്കട പിള്ളാരെ, നമ്മളുണ്ട്. നിക്കട പിള്ളാരെ, എനിക്ക് ഈശോയെ കാണണം. എനിക്ക് കിട്ടിയ ഈ സമ്മാനം ഈശോയെ കാണിക്കണം. പത്രോസേ, നീ വിചാരിച്ചത് സാധിക്കും. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഈശോയെ കണ്ടാൽ മതി. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവരുടെ ലിസ്റ്റിൽ താങ്കളുടെ പേരില്ല. ഈ പുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. പത്രോസേ, നീ ഒന്ന് ശരിക്കൊന്ന് നോക്ക്. തീർച്ചയായും എന്റെ പേരുണ്ടാകും. ഞാൻ എന്റെ ഇളകിക്കും യൂണിറ്റിനും വേണ്ടി എന്തെല്ലാം സേവനം ചെയ്തു. എത്ര പാവപ്പെട്ടവരെ സഹായിച്ചു. ഞാൻ ചെയ്ത നന്മകളുടെ ആകത്തുകയാണ് ഈ സമ്മാനം. ഒരു പ്രാവശ്യം ഈശോയെ കണ്ടാ മതി. ഈ സമ്മാനം ഒന്ന് കാണിച്ചാ മതി എന്റെ പത്രോസേ. നീ ചെയ്ത പ്രവർത്തികൾക്ക് ഭൂമിയിൽ സമ്മാനം ലഭിച്ചിരിക്കും. എന്നാൽ സ്വർഗത്തിന്റെ സമ്മാനം ലഭിക്കണമെങ്കിൽ വിശുദ്ധമായ ഒരു ആത്മാവുണ്ടായിരിക്കണം. തിരുവചനം നീ ഓർമ്മിക്കുന്നില്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം? ദൈവമേ, ഈ പാപിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ. ലോകത്തിലുള്ള സകലതിന്റെയും വില ഞാൻ മനസ്സിലാക്കി. എന്റെ ആത്മാവിന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല. എന്റെ ഈ അവസ്ഥ ഭൂമിയിൽ ആർക്കും വരുത്തല്ലേ. ഓരോ മനുഷ്യനും ഭൂമിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനൊപ്പം സ്വന്തം ആത്മാവിന്റെ വിലയും കൂടി മനസ്സിലാക്കണം. ഭൂമിയിൽ മനുഷ്യൻ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും. ദൈവമേ, ഇനി അങ്ങയെ കാണാൻ എത്ര വർഷമായാലും നല്ലൊരു ആത്മാവോടുകൂടി ഞാൻ കാത്തിരിക്കും. ഹേ മനുഷ്യൻ, നീ ദിവ്യകാരുണ്യമായ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് വചനമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ജപമാല കൈകളിലേന്തി പരിശുദ്ധ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വിശുദ്ധ പുരുഷന്റെ പുറകെ അണിചേരിച്ചു. നിന്നെയും കാത്തു കാരുണ്യവാനായ ഈശോനാഥൻ ഇരിക്കും.
മറുമൊരു ഓർക്കുക മർത്യ നീ കൂടെ പോരും ജീവിത ചെയ്തികളും മരണം മറുമൊരു ഓർക്കുക മർത്യ നീ കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരുമൊരു ഓർക്കുക മർത്യ നീ കൂടെ പോരും ജീവിത ചെയ്തികളും